അഞ്ജന ശ്രീധര ചാരുമൂർത്തേ കൃഷ്ണ. അഞ്ജന ശ്രീധര ചാരുമൂർത്തേ കൃഷ്ണ. അഞ്ജലി കൂപ്പി സ്തുതിച്ചിടുന്നേ കൃഷ്ണ. അഞ്ജലി കൂപ്പി സ്തുതിച്ചിടുന്നേ കൃഷ്ണ. ആനന്ദലങ്കാര വാസുദേവ കൃഷ്ണ. ആനന്ദലങ്കാര വാസുദേവ കൃഷ്ണ. രംഗ എല്ലാം അകറ്റിയിടണേ കൃഷ്ണ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഉമാദേവി. ഞാനൊരു സംഗീത അധ്യാപികയാണ്. എല്ലാവർക്കും എൻ്റെ ചാനൽ ഉമാ മഹേശ്വരത്തിലേക്ക് സ്വാഗതം. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ ശ്യാം. ഇന്ന് ഹരിനാമ കീർത്തനത്തിലെ 19ാമത്തെ ശ്ലോകം, അതിൻ്റെ അർത്ഥവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഊരിനു വേണ്ട ചില ഭാരങ്ങൾ വേണ്ടതഥ, നീരിനു വേണ്ട നിജതാരങ്ങൾ വേണ്ടതിന്, നാരായണ അച്യുത ഹരേ എന്നതിന്നൊരുവർ നാവൊന്നേ വേണ്ടു ഹരി, നാരായണായ നമ. ഇവിടെ ഭഗവൻ നാമം സ്മരിക്കുന്നതിനും കീർത്തിക്കുന്നതിനും ഉചിതമായ ദേശം വേണ്ട, ചമത വേണ്ട, അഗ്നികുണ്ഡം വേണ്ട, ധൂപദീപങ്ങൾ വേണ്ട, നൈവേദ്യങ്ങൾ തുടങ്ങിയ സംഭാരങ്ങളൊന്നും തന്നെ വേണ്ട. അതിനായി കുളിക്കാനും അഭിഷേകത്തിനും വെള്ളം തേടി നടക്കണമെന്നില്ല. യജ്ഞാതി കർമ്മങ്ങൾക്കെന്ന പോലെ ധർമ്മപത്നി അരികിലും വേണമെന്ന് നിർബന്ധമില്ല. നാരായണ, അച്യുത, ഹരേ, ഗോവിന്ദ എന്നിങ്ങനെയുള്ള നാമങ്ങൾ ജപിക്കുന്നതിന് നാവ് മാത്രമേ ഇവിടെ ആവശ്യമുള്ളൂ. ഹരിനാരായണനായിക്കൊണ്ട് നമസ്കാരം. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഇവിടെ ഈ നാമജപങ്ങൾ കൊണ്ട് ആചാര്യൻ ഉദ്ദേശിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, നമ്മൾ ജപത്തിലൂടെ മുമ്പ് പറഞ്ഞിരുന്നില്ല ശ്ലോകങ്ങളിലെ, ആചാര്യനിൽ ചെന്ന് നമ്മൾ ആചാര്യൻ്റെ ഉപദേശം സ്വീകരിച്ച് വസ്തുബോധം, അതായത് എന്താണ് ജീവാത്മാവ് അതെന്താണെന്ന് അറിയുന്നതിന് വേണ്ടി, താൻ ഈശ്വരൻ്റെ അംശമാണെന്ന് അറിയുന്നതിന് വേണ്ടിയുള്ള തരത്തിലുള്ള ജപങ്ങളെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതിനാദ്യം നമുക്ക് വേണ്ടത് ഈ 3 ഗുണങ്ങളിൽ ആ സാത്വിക ഗുണമാണ് ഏറ്റവും നമുക്ക് ആവശ്യം. അത്രയും പരിശുദ്ധമായ, അതായത് പരിശുദ്ധത്തിന് കളറിൻ്റെ നിറം എന്തുവാ, വെള്ളയാണ്. അത്രയും പ്യൂരിറ്റി നമ്മുടെ ഹൃദയത്തിനകത്ത് ഉണ്ടാകണം. അപ്പോൾ അതിന് വേറെ ഒരു ഭാരങ്ങളും നമ്മൾ ചുമക്കണ്ട. ഭഗവാനെ നമ്മൾ സ്മരിച്ച് 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 കഴിഞ്ഞ ശ്ലോകങ്ങളിൽ നമ്മൾ ഉണ്ടായിരുന്നല്ലോ, എന്താണ് ഈ 6 ഭാവങ്ങളുണ്ടല്ലോ, വൈരാഗ്യഭാവങ്ങളുണ്ടല്ലോ, അതെല്ലാം നമ്മൾ നാമപാരായണത്തിൽ കൂടെ വേണം അത് മാറ്റാൻ. അല്ലാതെ നമ്മൾ തനിയെ ഓരോന്നായിട്ട് മാറ്റാൻ നിന്നാൽ മാറില്ല. അതിൽ ഭഗവത് സേവനവും ഭഗവാനോട് സ്നേഹവും അതോടൊപ്പം ആരാധനയും സൽസ്വഭാവങ്ങളൊക്കെ നമ്മൾ ഈ നമ്മുടെ ദിനചര്യകളിലൂടെ കൊണ്ടുവരണം. അതിനാണ് നമ്മൾ സാധന എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി നമ്മൾ ചെയ്ത് വരുമ്പോൾ നാമജപങ്ങളും ഭഗവത് കീർത്തനങ്ങളൊക്കെ പാടി നമ്മൾ പുസ്തകങ്ങളൊക്കെ വായിച്ച് അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ആ രജോ ഗുണം മാറും. അതിൽ നിന്ന് പിന്നെ തമോ ഗുണം മാറും. പിന്നെ നമുക്ക് എന്താവും, നമ്മുടെ മനസ്സ് ശുദ്ധിയാവും. പ്യൂരിറ്റിയുള്ള വെള്ള വസ്ത്രത്തിൽ ഒരു കറുത്ത കുത്ത് കണ്ടാൽ പോലും പെട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ആ തരത്തിലുള്ള ജപസാധനയെക്കുറിച്ചാണ് ഇവിടെ ആചാര്യൻ പറയുന്നത്. നമ്മുടെ വസ്തുബോധം തിരിച്ചറിയും. വസ്തുബോധം എന്ന് വെച്ചാൽ നമ്മുടെ ആത്മാവ്, നമ്മുടെ ഈ കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളൊക്കെ കഴിഞ്ഞ് അതിനുള്ളിൽ പ്രകാശം ചൊരിയുന്ന
ആ വസ്തുബോധം അത് ഭഗവാന്റെ ഈശ്വരൻ്റെ അംശമാണ്. അത് നമ്മൾ ഈശ്വരനിലേക്ക് ചേരുന്നതിന് താതാത്മ്യം ഭഗവാനുമായിട്ട് നമ്മൾ നമ്മുടെ പരംപിതാവായ ആ പരബ്രഹ്മത്തിൽ ചേരേണ്ട വസ്തു എന്ന ബോധമാണ് നമ്മുടെ ഈ ആത്മാവ്. ഈ ജീവാത്മാവിനെ അത്രയും നമ്മൾ ആ ലെവലിൽ എത്തിക്കണമെങ്കിൽ നമുക്ക് എന്താവണം? നമ്മുടെ ഈ സ്വഭാവങ്ങളെല്ലാം അങ്ങനെ മാറ്റി എടുക്കുമ്പോൾ നമ്മുടെ ഹൃദയശുദ്ധി ഉണ്ടായി. ആ ഹൃദയശുദ്ധിയിൽ നിന്ന് നമുക്ക് എന്തുണ്ടാവും? പരമമായ ജ്ഞാനമുണ്ടാവും. അതിനെക്കുറിച്ച് ഇവിടെ ഗീതയിൽ പറയുന്നുണ്ട്. 5-ാം അധ്യായം കർമ്മയോഗത്തിൽ പറയുന്നു ഭഗവാൻ. 16-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ജ്ഞാനേനതു തജ്ഞാനം യേഷാം നാശിതമാത്മനഃ തേഷാം ആദിത്യവജ്ഞാനം പ്രകാശയതി തൽപരം. അതായത് ഇവിടെ പറയുന്നത് അജ്ഞാനത്തെ നശിപ്പിക്കുന്ന ജ്ഞാനം കൊണ്ട് ഒരാൾ പ്രകാശിതനാകുമ്പോൾ പകൽ സമയത്ത് സൂര്യൻ എല്ലാം പ്രകാശിപ്പിക്കുന്നത് പോലെ അയാളുടെ ജ്ഞാനം എല്ലാം വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. മനസ്സിലാവുന്നുണ്ടല്ലോ കാര്യം? അതായത് നമ്മൾ ഈ നമ്മുടെ അജ്ഞാനം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? പ്രകൃതി വീണ്ടും നമ്മുടെ പഴയ കഥ പറയുകയാണ്, പറയാതെ തരമില്ല. അതായത് അവിദ്യയാകുന്ന അതേ മായാപ്രകൃതിയിൽ നമ്മൾ മുഴുകി നമ്മുടെ ജീവിതം അജ്ഞാനത്തിൽ പോവുകയാണ്. കാരണം ഇവിടെ കാണുന്നതൊക്കെ സ്ഥിരമാണെന്ന് വിചാരിച്ച് നമ്മൾ അതിനു വേണ്ടി കടിപിടി കൂടി കർമ്മം ഉണ്ടാക്കുകയാണ്. പക്ഷേ അതല്ല സത്യം. ഇതൊക്കെ നശ്വരമാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറയുന്നുണ്ട് നാമജപമാണെന്ന്. ഈ നാമജപത്തിലൂടെയും സത്സംഗത്തിലൂടെയും സത്രത്തിലൂടെയൊക്കെ നമ്മൾ ബുക്കുകളിലൂടെയൊക്കെ, അതാണ് ഇപ്പോൾ ഭഗവത്ഗീത കണ്ടോ, ഭഗവത്ഗീതയിൽ ഓരോരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒരു തവണയൊന്നും വായിച്ചാൽ നമുക്ക് മനസ്സിലാവില്ല. നമുക്ക് ഭക്തിയുത സേവനങ്ങളും ഭക്തിയും ഉണ്ടായതിന് ശേഷം ചിത്തവും തെളിഞ്ഞതിന് ശേഷം നമ്മൾ ഈ പുസ്തകങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പം പരമമായ അർത്ഥം മനസ്സിലാവും. എന്തെന്നറിയാവോ? അതിന് കാരണം നമ്മുടെ ഉള്ളിലെ ആത്മബോധം, അതായത് ജീവാത്മാവിന് തെളിച്ചമുണ്ടാകുന്നു. എങ്ങനെയാണ്? സൂര്യൻ ഉദിച്ച് മറ്റു വസ്തുക്കളെ പ്രകാശിപ്പിച്ച് നമുക്ക് കാണിച്ചു തരുന്നത് പോലെ ഈ ആത്മജ്ഞാനം നമുക്ക് ഉദിച്ച് കഴിയുമ്പോൾ ആ ആത്മജ്ഞാനം പരമാത്മാവിൻ്റെ അംശമാണെന്ന് ഞാൻ നേരത്തെ കഴിഞ്ഞ ഇതിലൊക്കെ പറഞ്ഞിരുന്നു. ആ ആത്മജ്ഞാനത്തിൽ നമുക്ക് പരമാത്മാവിൻ്റെ എന്തുണ്ടാവും? സാമീപ്യവും അറിവുകളൊക്കെ നമുക്ക് തന്നുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ വിദ്യയൊന്നും നേടണ്ട. ആ ആത്മജ്ഞാനം വളർന്ന് പ്രകാശിച്ചു കഴിയുമ്പോൾ ആ ഭഗവാന്റെ ചൈതന്യം നമ്മുടെ ഉള്ളിലൂടെ, നമ്മളുടെ നാവിലൂടെ, നമ്മുടെ ബുദ്ധിയിലൂടെ, നമ്മുടെ ജ്ഞാനത്തിലൂടെ പുറത്ത് എന്താണോ ഈ പ്രപഞ്ചം, എന്താണോ ഈ ബ്രഹ്മാണ്ടം, എന്താണോ പരബ്രഹ്മം എന്നുള്ള ആ വസ്തുതയെ നമുക്ക് എങ്ങനെ പുറത്ത് പറഞ്ഞ് മനസ്സിലാക്കാൻ ഉതകുന്ന തരത്തിലാകുമെന്നാണ് ഇവിടെ ഈ ഗീതയിൽ ഈ 5-ാം അധ്യായമായ കർമ്മയോഗത്തിലെ 16-ാമത്തെ ശ്ലോകം നമ്മളെ പഠിപ്പിക്കുന്നത്. ജ്ഞാനേനതു തജ്ഞാനം യേഷാം നാശിതമാത്മന തേഷാം ആദിത്യവജ്ഞാനം പ്രകാശീത താല്പര്യം. അതായത് അത്ര പ്രകാശത്തിൽ നമുക്ക് ഈ പ്രപഞ്ചം കാണിച്ചു തരുന്നത് പോലെ ആ ആത്മബോധത്തിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ബോധചൈന്യത്തിൻ്റെ ബുദ്ധി, ജ്ഞാനം, കഴിവ് ഇതെല്ലാം നമുക്ക് എവിടുന്ന് കിട്ടുന്നുണ്ട്? ആ പ്രകാശത്തിൽ നിന്ന് നമുക്ക് കിട്ടാതെ ആ പ്രകാശം നമ്മളിലിരിക്കുന്ന ജീവാത്മാവ് അത് ഒന്നാണെന്ന് മനസ്സിലാക്കുന്നതിനുള്ള തരത്തിലുള്ള നാമസാധനയെക്കുറിച്ചാണ് ഈ ശ്ലോകത്തിലെ ആചാര്യൻ നമ്മുടെ പറയുന്നത്. അപ്പം അങ്ങനെ എങ്ങനെയാവണം? ഇവിടെ യാതൊരുവിധ എന്തുകൊണ്ട് ഒരു ഇതുമില്ല, റെസ്ട്രിക്ഷനും ഇല്ല. കാരണം യാചകനാണെങ്കിൽ അദ്ദേഹത്തിന് നാമം ജപിക്കാം, മൃദുവായ പെണ്ണിന് നാമം ജപിക്കാം. ഇങ്ങനെ ഒരു തരത്തിലെ തടസ്സങ്ങളും ഈ നാമജപത്തിന് പറഞ്ഞിട്ടില്ല എന്നാണ് ഇവിടെ ആചാര്യന് ഉറപ്പിച്ച് പറഞ്ഞത്. അപ്പം നമ്മുടെ ചിത്തശുദ്ധിക്ക് വേണ്ടി നമ്മൾ എന്ത് വേണം? നമ്മൾ സത്സംഗങ്ങൾ കേൾക്കുകയും നമ്മൾ ഭഗവാന്റെ കഥകൾ കേൾക്കുകയും ഭഗവാനെ കുറിച്ചുള്ള നമുക്ക് ഭഗവത്ഗീതയിലൂടെ തരുന്നതും അതുപോലെ ഭാഗവതത്തിലും മഹാഭാരതത്തിലും ഒക്കെ എല്ലാത്തിലും സാദൃശ്യങ്ങളുണ്ട്. പല അധ്യായങ്ങളിൽ നമുക്കിത് കാണിച്ചു തരുന്നുണ്ട്. അത് ഓരോരോ, അതായത് ധർമ്മങ്ങൾ അധർമ്മങ്ങൾ എന്താണെന്ന് പറയുന്നു, ധർമ്മവും അധർമ്മവും ഇവിടെ ഒരുമിച്ചുള്ളതാണെന്ന് പറയുന്നു. അതിൽ നിന്നും നമ്മൾ അധർമ്മത്തിൽ നിന്നും ധർമ്മത്തിലേക്ക് പോകുന്നതിനുള്ള നിയമങ്ങളും കാര്യങ്ങളും നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അതായത് നമ്മൾ നാമജപ സാധന, അതിനാണ് അവിടെ നമുക്ക് കുളി വേണ്ട, ജപം വേണ്ട, യജ്ഞകുണ്ടമൊന്നും കെട്ടണ്ട, ചമത വേണ്ട, അഗ്നികുണ്ടം വേണ്ട എന്നൊക്കെ ഇവിടെ ഈ പറയുന്ന ഊരിന് വേണ്ട, ചില ഭാരങ്ങൾ വേണ്ട. ഊരിന്ന് വെച്ചാൽ ഈ ജപിക്കുന്നതിനൊരു സ്ഥലം, വീടൊന്നും വേണമെന്നില്ല. അപ്പം നമ്മൾ നാമജപ സാധന ചെയ്തു തുടങ്ങിയാൽ നമുക്ക് ഒരു ബസ്സിലിരുന്നാലും ഈ നാമങ്ങൾ ജപിക്കാം. ആരും കേൾക്കുന്നില്ല, നമ്മൾ ചുണ്ട് മാത്രം അനയ്ക്കാൻ മതി. നമ്മൾ ഇപ്പം എന്തോ ജപിക്കുകയാണെന്ന് അറിയുമ്പോൾ നമ്മളിങ്ങനെ ജപിച്ചുകൊണ്ടേയിരിക്കുക. നമ്മൾ അപ്പുറം ഇപ്പുറം ഇരിക്കുന്നവരുടെ വർത്തമാനം കേൾക്കുകയോ അവരുടെ കാര്യങ്ങളിൽ ഇടപെടുകയോ അല്ലെങ്കിൽ അത് കേട്ട് നമ്മുടെ മനസ്സിനെ ഒരിക്കലും നമ്മൾ ശിഥിലമാക്കാൻ പോകണ്ട. അത്യാവശ്യ കാര്യങ്ങൾ, എന്തെങ്കിലും അത്യാവശ്യങ്ങൾ മാത്രം നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാത്ത സമയം സാധാരണ നമ്മൾ എന്തായിരിക്കണം?
ഈ തരത്തിൽ പോകുന്ന ഒരു വ്യക്തിക്ക് ജീവൻ മോക്ഷത്തിന് യാതൊരുവിധ കഷ്ടതകളും ഇല്ല എന്നാണ് ഇവിടെ ആചാര്യൻ നമ്മെ പറഞ്ഞുറപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മളിലുള്ള നമുക്ക് ചെയ്യാവുന്നത് വേറൊന്നുമില്ല. നമ്മളെല്ലാം ഗൃഹസ്ഥരാണ് അല്ലേ? നമ്മൾക്ക് കുടുംബമുണ്ട്, നമുക്ക് കുട്ടികളുണ്ട്, നമുക്ക് ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എല്ലാവർക്കും സന്യാസത്തിന് ഇറങ്ങി പോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് സന്യാസം നമുക്ക് ജീവിതത്തിലൂടെ തന്നെ കൊണ്ടുപോകാൻ കർമ്മയോഗത്തിൽ ഭഗവാൻ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു. എങ്ങനെയാണ്? ഓരോ ജോലികളും നമ്മൾ എന്ത് ജോലിയാണ് ചെയ്യുന്നതെങ്കിലും അതിലെ ശ്രദ്ധ വരണം. ഈ ഒരു ജോലി, ഇപ്പം ഒരു കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ അതിലെ കൂട്ടുകളും ചേരുവകളും എല്ലാം കൃത്യമായി നമ്മൾ ചേർക്കാനായിട്ടുള്ള ശ്രദ്ധ കൊടുക്കുമ്പോൾ ആ ശ്രദ്ധ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഏകാഗ്രതയാണ്. നമുക്ക് ഇവിടെ ആവശ്യവും ഏകാഗ്രതയാണ്. നമ്മൾ എല്ലാ കാര്യങ്ങളും ഏകാഗ്രതയോടുകൂടി ചെയ്യുമ്പോൾ മാത്രമാണ് അതിലെ കുറ്റങ്ങളും കുറവുകളും ഒന്നും ഇല്ലാതെ നന്നായി നമുക്കത് സാധിച്ചെടുക്കാൻ പറ്റുന്നത്. അതുപോലെ നമുക്ക് ഈശ്വര ധ്യാനത്തിലും ഏകാഗ്രത വേണം. ഏകാഗ്രതയുള്ള മനസ്സിനകത്ത് വേറൊന്നും കടന്നു വരില്ല. അപ്പം നമ്മൾ എന്താവണം? നമ്മുടെ കർമ്മങ്ങളെല്ലാം ഭംഗിയായി ചെയ്യാനുള്ള ആദ്യം നമ്മുടെ കർമ്മശുദ്ധിയാണ് നമുക്ക് ആവശ്യം. കർമ്മശുദ്ധി എന്ന് പറഞ്ഞാൽ നമുക്ക് ഗൃഹത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. കുട്ടികളെ നേരായ മാർഗത്തിൽ നയിക്കണം. ആദ്യം നമ്മൾ കുഞ്ഞുങ്ങളെ തന്നെയാണ് നമ്മൾ ഇതിനായിട്ട് എടുക്കേണ്ടത്. കാരണം നമ്മൾ ഭക്തിയും അവർക്ക് അറിവും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരെ നമ്മൾ നന്നാക്കാനായിട്ട് അങ്ങോട്ട് പോകേണ്ട കാര്യമേ ഇല്ല. ഇത് അവർക്ക് ഒരു രക്ഷയാണ്, കവചമാണ്. നമ്മൾ കൊടുക്കുന്ന ഈ ഭക്തിയും ഈ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളും ഉത്തരവാദിത്വങ്ങളും അനുസരണയും ഒക്കെ നമ്മൾ ഈ കാലമാണ്, കലിയുഗമാണ് എന്നും പറഞ്ഞുകൊണ്ട് അവരെ അങ്ങ് കളയരുത്. നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റും കുറേ കാര്യങ്ങൾ. അങ്ങനെ നമ്മളെ കുറേ തലമുറകൾ നമ്മൾ ശരിയാക്കി എടുക്കുകയാണെങ്കിൽ ആ തലമുറകളിൽ ഈ പൈതൃകങ്ങൾ ഉണ്ടാകുമല്ലോ. ആരെങ്കിലും കുറച്ച് പേരെങ്കിലും ഈ കഥകൾ പറയാൻ തുടങ്ങുമല്ലോ. അപ്പോൾ ഇത്രയും കാലമായിട്ട് ഈ ഗ്രന്ഥങ്ങളും ഈ സംഭവങ്ങളും ഒക്കെ നമ്മുടെ ഉള്ളിൽ നിന്നും മായാത്ത എന്തുകൊണ്ടാണ്? ആരെങ്കിലും കുറേ പേര് ഈ മായയിൽ പെട്ടിട്ടും മായ മനസ്സിലാക്കിയിട്ട് അവരിതിൻ്റെ മായയ്ക്ക് അപ്പുറമുള്ള ദൈവിക ശക്തി, ആ പരബ്രഹ്മത്തെ അറിയാൻ വേണ്ടി ശ്രമിച്ചത് കൊണ്ടാണ് നമുക്കിതെല്ലാം കിട്ടിയത്. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഉപാധി ഉണ്ടോ? നമ്മൾ ഒരിക്കലും ഒരു നന്നായി നാമജപ സാധനയുള്ള ഒരു വ്യക്തിക്ക് ഒരു ജ്യോത്സ്യനെയും കാണാൻ പോകണ്ട. കാരണം ഓരോരോ ഈശ്വരന്മാർ നമുക്ക് ഓരോരോ ദോഷങ്ങൾക്കായിട്ട് പരിഹരിക്കാനായിട്ട് നമുക്ക് ഇവിടെ അവതരിച്ചിട്ടുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ അങ്ങനെ കാട്ടിത്തന്നിട്ടുണ്ട് അല്ലേ? കുട്ടികൾക്ക് ശനിദോഷം വന്ന ശനീശ്വരായ നമ, ആ കുട്ടികളെ കൊണ്ട് അത് പറയിക്കുക. അവർ തന്നെ അത് പറയാം. അമ്മയും അതിനോടൊപ്പം ജപിക്കുക. കുട്ടികൾക്ക് ശനിദോഷത്തിന് വിദ്യയ്ക്ക് എന്താണ് ശ്രീവിദ്യ മന്ത്രം എന്ന് പറഞ്ഞാൽ അത് ഈ അവിടെ നമ്മൾ പറയുന്നത് ലക്ഷ്മി സ്തോത്രങ്ങൾ, പിന്നെ ഈ നമ്മുടെ ഈ ഇതുണ്ടല്ലോ എൻ്റെ ശ്യാമള ദണ്ഡകം എന്ന് പറയുന്ന ഒരു കൊച്ചു പുസ്തകമുണ്ട്. അതൊക്കെ അമ്മമാർ എന്ത് ചെയ്യണം? മക്കളെയൊക്കെ പറഞ്ഞു വിട്ടതിന് ശേഷം ഒരു 10 മണിയാകുമ്പോൾ കുളിച്ചിട്ട് ഒരു പലക എടുത്തിട്ട് അവിടെ ഇരുന്നിട്ട് ഭഗവതിയും ഗുരുവിനെയൊക്കെ സമർപ്പിച്ചിട്ട് എൻ്റെ കുട്ടികൾക്ക് വിദ്യ ഉണ്ടാവണേ, എൻ്റെ കുട്ടികൾക്ക് ജോലി കിട്ടണേ, ഇങ്ങനെയൊക്കെയുള്ള നമുക്ക് ഇതൊക്കെ പറയാം. കാരണം നമ്മൾ ഈ ഭൂമിയിൽ വന്നുപോയി. ഒരേ ഒരു ഭഗവാൻ മാത്രമാണ് നമുക്ക് മായയെ മനസ്സിലാക്കിയ ജീവിതത്തെ കൊണ്ടുപോകാൻ പഠിപ്പിച്ചു തന്നല്ലേ. ഈ മായ നമുക്ക് ബുദ്ധിമുട്ടാണ്, പക്ഷേ ആ മായയെ മനസ്സിലാക്കി നമ്മുടേതായ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നമുക്ക് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ ഉപയോഗിച്ച് നമ്മുടെ ജീവിത അഭിവൃദ്ധി നേടി നമുക്ക് ബുദ്ധിപരവും ജ്ഞാനപരവും ഒക്കെ പല കഴിവുകളും നേടിയെടുക്കാൻ പല ജപങ്ങളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും സാധിക്കും. അതിനാദ്യം വീട്ടമ്മമാർ തന്നെയാണ് മുൻകൈ എടുക്കേണ്ടത്. ജോലി ഉണ്ടെങ്കിൽ പോലും അതിനൊക്കെ ഒരു സമയം കണ്ടെത്തണം. നമ്മൾ മൊബൈൽ കാണാൻ സമയം എടുക്കുമല്ലോ, നമുക്ക് അത്യാവശ്യമാണ്. പല മൊബൈലില്ലാതെ ജീവിക്കാൻ പറ്റില്ല. കാരണം പല കാര്യം നമ്മുടെ ജീവിത അടിസ്ഥാനം അതിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ അതുപോലെ ആ 10 മിനിറ്റ് ഇതിനു വേണ്ടി നമ്മൾ ശ്രമിച്ചു തുടങ്ങുമ്പോൾ ഒരു 3 വെള്ളിയാഴ്ച എന്ന് പറയും. ഏറ്റവും നല്ല സ്വഭാവം പഠിക്കാനായാലും മോശം പഠിക്കാനായാലും ഒരു 3 വെള്ളിയാഴ്ച മതി എന്നാണ് പറയുന്നത്. ആ സമയ കാലയളവ് കൊണ്ട് നമ്മൾ കുഞ്ഞുങ്ങളിലൂടെയും കുടുംബത്തിന് വേണ്ടി നമ്മൾ സ്ത്രീകൾ തന്നെയാണ് ചെയ്യേണ്ടത്. വീട്ടിലിരിക്കുന്നവർക്ക് സുഖമായിട്ട് ഒരു 10 മണി കഴിയുമ്പോൾ മറ്റെല്ലാ ജോലി ഒരു കണക്കിന് ഒതുക്കി വെച്ചിട്ട് നമ്മൾ ഈ നാമജപം സാധനയിലൂടെ നമ്മൾ ഡെയിലി നമ്മൾ അത് ജപിച്ച് വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഇത് കിടക്കും, അത് പോവില്ല. എങ്ങനെയായിരുന്നാലും ഉള്ളിൽ എപ്പോഴും നമ്മൾ ഭഗവാനെ ഗുരുവായൂരപ്പ നമ്മളെല്ലാവരും വിളിക്കില്ലേ, കണ്ണാ എൻ്റെ കണ്ണാ ഗുരുവായൂരപ്പ, നമ്മളെ തള്ളിക്കളയുന്നുണ്ടോ? ഇല്ല, ഭഗവാൻ നമ്മൾ ഒരിക്കലും തള്ളിക്കളയില്ല. അപ്പം നമ്മൾ ആ കർമ്മങ്ങളിലൂടെ, അതായത് നമ്മൾ ഗൃഹസ്ഥാശ്രമത്തിലൂടെ നമുക്ക് സന്യാസത്തിൽ കയറാം. ആ സന്യാസത്തിലൂടെ നമുക്ക് എല്ലാം നടത്താം. ഈ വാനപ്രസ്ഥം അത് ഇതൊക്കെ പറയുന്നത് എന്താണ്? നമ്മൾ എവിടെയെല്ലാം നമ്മൾ യാത്രകൾ ചെയ്യുന്നു, പല ക്ഷേത്രങ്ങൾ, പല സ്ഥലങ്ങൾ. ഇതൊക്കെയാണ് നമ്മൾ ഒരു സമയം കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പ്രകൃതിയുമായിട്ട് അറ്റാച്ച്മെൻറ്റിനാണ്. പ്രകൃതി പല സ്ഥലങ്ങളും അവിടെ ഇവിടെയുള്ള ആരാധന സ്ഥലങ്ങളും അങ്ങനെ ഇങ്ങനെ നമ്മുടെ മനസ്സിൽ ഈ കർമ്മങ്ങൾ പതിയെ നമ്മുടെ കുടുംബകാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചൊക്കെ വിടും. അങ്ങനെ വിട്ട് നമ്മൾ ധ്യാനത്തിലിരിക്കും. നമ്മൾ ആരാണോ ആഗ്രഹിച്ച് ആരാണോ ഇഷ്ടത്തോടെ പ്രാർത്ഥിക്കുന്ന ഏത്
ഇഷ്ടമൂർത്തിയാണോ ആ ഇഷ്ടമൂർത്തി നമുക്ക് കണ്ണിന് മുന്നിൽ കാണാനുള്ള അവസരം ഭഗവാൻ തരും. അത് തന്നെയാണ് മോക്ഷം. അവസാന സമയം നമുക്കത് കണ്ടിട്ട് നമ്മുടെ ജന്മം തീർക്കാം. അങ്ങനെയുള്ള സർവ്വ കാര്യങ്ങളും ഇത് നമുക്ക് ഹരിനാമ ജപത്തിലുള്ള, അതായത് ഹരിനാമ കീർത്തന ശ്ലോകം എന്ന് പറഞ്ഞൊരു 1063 ശ്ലോകമുണ്ട്. ഇത് നമ്മൾ കാണാതെ പഠിച്ച് നമ്മൾ പാടി 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 പഠിക്കുകയാണെങ്കിൽ നമുക്ക് എന്താവും, ഒരു യാത്രയ്ക്ക് പോകുമ്പോഴും ഈ നാമജപം തന്നെ തുടർന്നുകൊള്ളുമ്പോൾ ആ സ്ഥലത്ത് എത്തുന്നത് നമ്മൾ അറിയില്ല. പിന്നെ ഗായത്രി മന്ത്രമുണ്ട്. കുളിച്ചിട്ടല്ലേ നമ്മൾ പോകുന്ന, ഏത് അമ്പലത്തിൽ പോകുന്നെങ്കിലും നമ്മൾ കുളിച്ചിട്ടാണ് പോകുന്നത്. അതിനകത്ത് കയറി കൂട്ടം കൂടി വർത്തമാനം പറയാതെ കൂട്ടായിട്ട് പോകണമെങ്കിലും ഒരു ജപമാല കയ്യിൽ വെച്ചിട്ട് എന്താവാം, സൂര്യഗായത്രി പറയാം. ഇപ്പോൾ ഗുരുവായൂരൊക്കെ പോകണമെങ്കിൽ ഇഷ്ടം പോലെ സൂര്യഗായത്രി പറയാനുള്ള സമയമുണ്ട്. കാരണം രാവിലെയൊക്കെ നമ്മൾ യാത്ര പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ യാത്രയ്ക്ക് ഇടയിൽ നല്ല നല്ല കളറുള്ള ഒരു സൂര്യൻ്റെ ഒരു ഇതുണ്ട്, പ്രഭയുണ്ട്. രാവിലെ 6 മണിക്ക് ശേഷം ഉദിക്കുന്ന ആ ചുമപ്പ് കളർ, സിന്ദൂരാരുണ വിഗ്രഹം എന്ന് നമ്മൾ പറയുന്നില്ലേ, ആ കളറാണ്. ദേവിയുടെ ആ ഒരു പ്രത്യേക ഒരു അനുഭൂതിയാണ് നമുക്കതിൽ ദർശിച്ചാൽ ആ മന്ത്രം ജപിക്കുക. ഇതൊക്കെ നമുക്ക് ചെയ്യാം. ഇതൊക്കെ ചെയ്യുന്ന പറഞ്ഞ് നമ്മൾ ഇവിടെ വീട്ടിനകത്ത് യോഗിയായി പോകുമെന്ന് ആരും ധരിക്കരുത്. നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിനെ യോഗിയാക്കാണ്, കർമ്മങ്ങൾ കൃത്യമായി നടക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ ചെയ്ത് നമ്മുടെ കുട്ടികളെയും നമ്മുടെ കുടുംബത്തിലുള്ളവരെ നമുക്ക് കയറ്റിവിടാമല്ലോ. എന്നിട്ട് നമ്മൾ അടുത്തുള്ളവർക്ക് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. അതുകൊണ്ട് നമ്മൾ ചിത്തശുദ്ധി ആവണമെങ്കിൽ നമുക്ക് ജപസാധനങ്ങളിലൂടെ, അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ രാവിലെ നമുക്ക് ശ്രവണം, ഭഗവത്ഗീതയിലെ ശ്രവണം തന്നെ എടുക്കാം. എല്ലാവരുടെ കയ്യിലും മൊബൈലുണ്ടല്ലോ. ഇത് ഞാൻ പറയുന്നത് എൻ്റെത് കേൾക്കുന്നത് ആരുണ്ടോ അവരിൽ കുറച്ച് ഭഗവൽ കടാക്ഷം കിട്ടട്ടെ, അല്ലെങ്കിൽ അവരത് ചെയ്യുമ്പോഴല്ലേ അത് മനസ്സിലാകത്തുള്ളൂ. ചെയ്ത അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. നിങ്ങൾക്ക് സുഖമായി രാവിലെ എണീറ്റുടനെ നമ്മുടെ പ്രാഥമിക കാര്യങ്ങളെല്ലാം നടത്തി മുഖവും കൈയും കാലും പല്ലൊക്കെ തേച്ചിട്ട് നമ്മൾ ആദ്യം പുറത്തിറങ്ങി നമ്മൾ പറഞ്ഞില്ലേ, പ്രകൃതിയായ ആ സൂര്യഭഗവാനെ കർമ്മസാക്ഷി, നമ്മുടെ എല്ലാ കർമ്മങ്ങളും കൃത്യമായി കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ കർമ്മമാണ് നമ്മളെ തിരിച്ച് ഈ രൂപത്തിൽ ഇവിടെ തിരിച്ച് വീണ്ടും ബദ്ധരാക്കി കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ആദ്യം അവിടെ ചെന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്താണ് ചിത്തശുദ്ധി ഉണ്ടാവണം. കാരണം നമ്മുടെ മനസ്സിലെപ്പോഴും നാമജപം ഉണ്ടാവണം, നമ്മളുടെ എപ്പോഴും കൂടെ ഉണ്ടാവണം ഭഗവാനെ. ഈ യൂണിവേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു പ്രപഞ്ചശക്തി ഉണ്ട്. ആ പ്രപഞ്ചശക്തി ഇല്ലാതെ നമുക്കൊന്നും ഇവിടെ നടക്കുന്നില്ല. ഒരു കൊടുങ്കാറ്റ് വന്നാലും നമ്മളെ കൊണ്ട് പിടിച്ച് നിർത്താൻ പറ്റുന്നുണ്ടോ? പ്രകൃതി താനേ അടങ്ങണം. ഒരു പേമാരി വന്നാലും പ്രകൃതി താനേ അടങ്ങണം, ഇല്ലേ? അപ്പം അതുകൊണ്ട് ഇതെല്ലാം പ്രകൃതിയുടെ ഒരു പ്രത്യേക ഇതിൽ ചുറ്റുപാടിലുള്ള ഒരു പ്രവർത്തനങ്ങളാണ്. അപ്പം അതൊരു ശക്തി തന്നെയാണ്. ആ ശക്തിയോട് നമ്മുടെ എന്ത് കാര്യം നമ്മൾ ചെന്ന് അഭ്യർത്ഥിച്ചാലും ആ പ്രകൃതി നമ്മെ കാത്തുരക്ഷിക്കും. നമുക്ക് അതിനുള്ള വഴികൾ ഒപ്പിച്ചു തരും. അതിനുശേഷം അടുക്കളയിലേക്ക് കയറി. അടുക്കള എന്ന് വെച്ചാൽ ആദ്യം മനസ്സിലാക്കണം, അടുക്കള മഹാലക്ഷ്മിയാണ്. പൂജാമുറിയും അടുക്കളയും ഒരുപോലെ ഇരിക്കണം. അത് ഇത്തിരി കഷ്ടമുള്ള കാര്യമാണ്. നേരെയില്ല സമയമില്ലെന്നൊന്നും പറഞ്ഞ് നടക്കില്ല. പൂജാമുറിയും അടുക്കളയും ഒരുപോലെ സൂക്ഷിക്കണം. മഹാലക്ഷ്മി വരുന്ന സ്ഥലമാണ്. പാത്രങ്ങൾ അതൊക്കെ വൃത്തിയായി കഴുകി അതിൻ്റെ പുറം തുടച്ചിട്ട് എല്ലാം ചെയ്തിരുന്നില്ല. സമയത്തിരക്കോട് നമ്മൾ ചെയ്തെന്നില്ല. ഇതൊക്കെ ചെയ്തിട്ട് നമ്മൾ വിഷ്ണു സഹസ്രനാമം നമ്മുടെ മൊബൈൽ അവിടെ കൊണ്ടുവയ്ക്കുക. നമ്മുടെ പണി തുടങ്ങുക, കേൾക്കുക. ഇങ്ങനെ 21 ദിവസം അത് കേൾക്കുക. അതിൻ്റെ തൊട്ട് പുറകെ ഈ സ്തോത്രങ്ങൾ നിങ്ങൾ കേട്ടാൽ മതി, ഒന്നും ചെയ്യണ്ട. അതിലെ വരികളൊന്നും ശ്രദ്ധിക്കാൻ പോണ്ട. ഇങ്ങനെ നമുക്ക് ശ്രവണത്തിലൂടെ നാമജപത്തിലൂടെ നമുക്ക് എന്താവാൻ പറ്റും? നമ്മുടെ ജീവിതം വിജയമാണ് ആദ്യം പറയുന്നത്. ആ ജീവിത വിജയത്തിലൂടെയാണ് നമ്മൾ എവിടെ എത്തുന്നത്? നമ്മുടെ ഗൃഹസ്ഥാശ്രമം എല്ലാം കഴിഞ്ഞ് നമ്മൾ ഒരു സമയം കഴിഞ്ഞിട്ട് ഈശ്വരനെ വിളിക്കാൻ നിന്നാൽ യാതൊന്നും നടക്കില്ല. അപ്പോൾ നമുക്കൊന്നും നടക്കാനും പോകുന്നില്ല. നമ്മൾ അന്ന് പരിതപിക്കും, ഈശ്വര എനിക്ക് ഇത്രയും സമയം കിട്ടി, കണ്ണിന് കാഴ്ച ഉണ്ടായിരുന്നപ്പോൾ ഞാൻ പുസ്തകം തുറന്നു നോക്കിയിട്ടില്ല എന്നുള്ള പാപഭാരം ആർക്കും ഉണ്ടാവാതിരിക്കാൻ ഭഗവാന്റെ നാമങ്ങൾ നമ്മൾ ആദ്യം ശ്രവണത്തിലൂടെ സഹസ്രനാമങ്ങൾ രാവിലെ എന്നും കേൾക്കുക. 21 ദിവസം കേൾക്കുമ്പോൾ ആ വീടിനും ആ വീട്ടിലുള്ള കുട്ടികൾക്കും ആ വീട്ടിലുള്ള എല്ലാവർക്കും അതിൻ്റെതായ മാറ്റം വരും. ഭഗവാൻ അകത്ത് വരും, കടാക്ഷിക്കും. ഭഗവാൻ ഊർജ്ജം നമ്മളിലെ നമ്മുടെ കുടുംബത്തിൽ പ്രസരിക്കും. എനിക്ക് അനുഭവമുള്ളതുകൊണ്ട് ഞാനത് പറയുന്നത്. പിന്നെ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല, തിരിഞ്ഞും പിരിഞ്ഞും നോക്കണ്ട. നമ്മൾ ഈ കർത്തവ്യം ചെയ്തുകൊണ്ടിരുന്നാൽ മതി. നമ്മുടെ എല്ലാ ജീവിത ലക്ഷ്യവും വിജയവും നമുക്കവിടെ ഭഗവാന്റെ കഴിവുകൊണ്ട് നമുക്കവിടെ എത്തും. ആ ഭഗവാൻ നമ്മളെ ഉള്ളിലാണ് ഇരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനാണ് ഇവിടെ പറയുന്നുണ്ട് ലളിതാ സഹസ്രനാമത്തിൽ, അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ സുദുർലഭ. പുറത്തു നോക്കിയാൽ എന്നെ കിട്ടില്ല, നിങ്ങൾ അന്തർമുഖരെ അകത്തോട്ട് ശ്രദ്ധിക്കണം. ഈ അകത്തോട്ട് ശ്രദ്ധിക്കണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ കുറേ കടമ്പകൾ കടന്നല്ലേ നമ്മൾ അകത്തോട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങുള്ളൂ. അകത്തോട്ട് ശ്രദ്ധിച്ച് തുടങ്ങുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി തുടങ്ങും. അത് അനുഭവമുള്ളവർക്ക് മാത്രമേ അത് മനസ്സിലാക്കാൻ പറ്റൂ. അപ്പോൾ അതിനുവേണ്ടി എല്ലാവർക്കും ഒരുപോലെ ഗുരുവായൂരപ്പൻ അതിനുള്ള ഭാഗ്യവും കടാക്ഷവും എല്ലാ ഐശ്വര്യങ്ങളും ജീവിതാഭിവൃദ്ധികളും എല്ലാം തന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ഈ സത്സംഗം
നിർത്തുന്നു. അടുത്ത ആഴ്ച അടുത്ത ശ്ലോകവുമായി ഞാൻ എത്തുന്നതാണ്. നന്ദി, നമസ്കാരം. ഹരേ ഗുരുവായൂരപ്പ. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. ഊരിന്നു വേണ്ട ചില ഭാരങ്ങൾ വേണ്ട ബധ, നീരിന്നു വേണ്ട നിജതാരങ്ങൾ വേണ്ടതിന് നാരായണച്യുത ഹരേ എന്നതിനൊരുവർ നാവൊന്നി വേണ്ടു ഹരി നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ.